മലയാള സിനിമയിൽ അഭിനയം, സംവിധാനം, തിരക്കഥ, നിർമ്മാണം ഈ 4 മേഖലകളിലും തൻ്റേതായ ഒരിടം കണ്ടെത്തിയ കലാകാരൻ. സിനിമയേക്കാൾ തൻ്റെ ജീവിതകഥ അഭിമുഖങ്ങളിലൂടെയും മറ്റും നർമ്മങ്ങൾ ചേർത്ത് അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ കീഴടക്കിയ താരം. സാക്ഷാൽ ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ്റെ അനുജൻ. കൗണ്ടറുകളും തുറന്നു പറച്ചിലുകളും കൊണ്ട് മലയാളികളെ കയ്യിലെടുത്ത ഈ ചെറുപ്പക്കാരനെ കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ. നമ്മെ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാള സിനിമയെ നയിച്ച ശ്രീനിവാസൻ്റെയും വിമലയുടെയും ഇളയ മകനായി 1988 ഡിസംബർ 20 ധ്യാൻ ജനിച്ചത്. മൂത്ത സഹോദരൻ വിനീത് ശ്രീനിവാസൻ അച്ഛനെ പോലെ തന്നെ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയാണ്. സ്വാഭാവികമായും സിനിമയുടെ ലോകത്തേക്ക് എത്തുക എന്നത് ധ്യാനിനെ സംബന്ധിച്ചിടത്തോളം മറ്റു യുവാക്കളെ അപേക്ഷിച്ച് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. അതിനാൽ തന്നെ പഠനത്തിൽ അത്രത്തോളം ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലേക്ക് തിരിഞ്ഞ ധ്യാൻ്റെ സിനിമ അരങ്ങേറ്റം ഒരു വൻ പ്രതീക്ഷയോടെയായിരുന്നു. 2013 സഹോദരൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനായി. വലിയ വിജയം നേടിയില്ലെങ്കിലും ധ്യാനിൻ്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് വന്ന ചിത്രങ്ങളാണ് ധ്യാനിനെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കിയത്. 2015 ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിലെ ലാലു എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി. തുടർന്ന് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജോൺ വർഗീസ് സംവിധാനം ചെയ്ത അടി കപ്പ്യാരെ കൂട്ടമണി എന്ന കോമഡി ഹൊറർ ചിത്രത്തിലെ ഭാനുപ്രസാദ് എന്ന കഥാപാത്രത്തിൻ്റെ കോമഡികളും വലിയ സ്വീകാര്യത നേടി. പിന്നീട് ഉടൽ, ഗൂഢാലോചന എന്നിങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ നിരവധി സിനിമകളിൽ അദ്ദേഹം നായകനായി. 2023 മാത്രം 8ലധികം സിനിമകളിൽ അഭിനയിച്ച് തിരക്കിട്ട നടനായി അദ്ദേഹം മാറി. പിന്നീട് ധ്യാൻ അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സംവിധാനത്തിലേക്കും തിരക്കഥാ രചനയിലേക്കും കടന്നു. നിവിൻ പോളിയും നയൻതാരയും ഒന്നിച്ച ലവ് ആക്ഷൻ ഡ്രാമ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായത്. മികച്ച ഒരുപാട് തമാശ രംഗങ്ങളുള്ള ആ സിനിമ ധ്യാനിൻ്റെ കഴിവ് തെളിയിച്ചു. ഗൂഢാലോചന, പ്രകാശൻ പറക്കട്ടെ തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയും അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. സിനിമകളേക്കാൾ ധ്യാനിനെ ജനപ്രിയനാക്കിയത് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളാണ്. വളച്ചുകെട്ടില്ലാത്ത സംസാര രീതിയും സ്വന്തം അനുഭവങ്ങൾ പോലും തമാശയോടെ അവതരിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരനാക്കി. 2017 അദ്ദേഹം അർപ്പിത സെബാസ്റ്റ്യനെ വിവാഹം കഴിച്ചു. അവർക്ക് ആരാധ്യ സൂസൻ ധ്യാൻ എന്നൊരു മകളുമുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ തിരക്കിട്ട് മുന്നോട്ട് പോകുന്ന ഒരു താരം കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. ധ്യാനിൻ്റെ കൗണ്ടറുകൾ പോലെ തന്നെ വരും വർഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഹിറ്റാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ധ്യാൻ അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.